ഇന്ന് കൊതുക് കുറവല്ലായിരുന്നോ? ആ ഇന്ന് കുറവായിരുന്നു. എന്താ ടൂറിന് പോയി. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മീലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസിയാണേ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ ചേച്ചി ബിജീസ് കിച്ചൺ ബോംബെയിൽ നിന്ന് ചേച്ചിയും കുഞ്ഞുങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. റേച്ചാൻ ഇന്ന് തിരിച്ചു പോവുകയാണേ. ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെല്ലണം. അപ്പോൾ ജോസാൻ കൊട്ടാരക്കരയിൽ നിന്നും ബസ് കയറ്റി വിടും. വൈകിട്ട് 8 മണിക്ക്, രാത്രി 8 മണിക്കാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അതനുസരിച്ച് പോകണം. രാവിലെ ഇന്നലെ ജോസാനും പോൾമോനും കൂടെ ഇവിടെ നിന്ന് കുളിച്ചപ്പം മുതൽ പ്രൈസൻ അന്നേരം തൊട്ട് ഇങ്ങനെ പെറുകുറുക്കുവാണ്. എന്നെ കുളിക്കാൻ സമ്മതിച്ചില്ല, എന്നെ കുളിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ രാവിലെ എണീറ്റ് വന്നതേ കുളിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ രാവിലെ അവനെ അവിടെ നിർത്തി കുളിപ്പിക്കുവാണേ. കൊച്ചുങ്ങൾക്കൊക്കെ ഒരു രസം. ഇത് അവർ വന്നപ്പോൾ 5-ന്ന് വീട്ടിൽ നിന്ന് ബ്രദർ കൊടുത്തു വിട്ടതാണ് കേട്ടോ. അവിടെ അറിയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന്. ചായ മനസ്സയുടെ ഇല. അപ്പം അതിനകത്ത് മുറ്റിയ കമ്പും ഉണ്ട്. അതൊന്ന് കുഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നതും കിളിർത്ത് വന്നതാണ്, പിന്നെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതുപോലെ ഇളം തണ്ട് നമുക്ക് തോരനകത്ത് അരിഞ്ഞിടാം കേട്ടോ. മുറ്റിയത് അരിഞ്ഞിടല്. ഇലയാണെങ്കിലും അതിൻ്റെ ഇളം തണ്ടുണ്ടെങ്കിലേ എടുക്കാവൂ. ഇള നല്ല മുറ്റാത്ത എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. മുറ്റിയതൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അതെല്ലാം രാവിലെ ക്ലീൻ ചെയ്തു. രാവിലെ എന്താണ് പറയുന്നത്, പല കാര്യങ്ങൾ കൂടി നടന്നുകൊണ്ട് വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത് രാവിലെ ഒരു മീൻകറി വെക്കാനാണ്. ഒരു കേരച്ചൂര അവർ വരുന്നതിന് ഞാൻ മാറ്റി വെച്ചിരുന്നു, ചെറിയൊരു ചൂര. അപ്പോൾ അത് ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്ത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോളിനെ വിളിച്ചപ്പോൾ പോൾ ഏറിയാലെങ്ങും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അങ്ങനെ അത് വെട്ടിയെടുത്തു. ഞാൻ അത് ചെയ്ത സമയത്ത് അവൾ അടുക്കള ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അപ്പം മീൻകറിക്ക് വേണ്ടി മസാലയൊക്കെ, പിന്നെ പ്രത്യേകിച്ച് മീൻകറിയുടെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രയോ വ്ളോഗിൽ ഞാൻ മീൻകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല. അപ്പോൾ മീൻകറിക്ക് എല്ലാം റെഡിയാക്കി. ഇവിടെ പല കാര്യങ്ങൾക്ക് പലരും കൂടി നടക്കുവാണ്. ഇന്നത്തെ രാവിലത്തെ ദിവസം റേച്ചാൻ പോകുന്നതിൻ്റെ തിരക്ക്, അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒറ്റ ദിവസമേ ഉള്ളായിരുന്നല്ലോ നാട്ടിൽ. പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ കൊടുത്തു വിട്ടു. കാരണം ഡാഡിക്കും റേച്ചാനും ചമ്മന്തിപ്പൊടിയോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. കാരണം കല്യാണത്തിന് മുമ്പേ റേച്ചാൻ്റെയൊക്കെ കുഞ്ഞിലേ അവരുടെ മമ്മി മരിച്ചതാണ്. അതിനുശേഷം ഡാഡിയായിരുന്നു. ഡാഡി ഇവരൊക്കെയാണ് എല്ലാം സ്വയമായിട്ട് കുക്ക് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊന്നുമില്ല. അവർക്ക് ചോറ് വെക്കാനും ഡാൽ കറി വെക്കാനും ഒക്കെ അറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവൾ ചിക്കൻ അച്ചാറും ബീഫ് അച്ചാറും മീനച്ചാറും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മീൻ വെട്ടിയ സമയം കൊണ്ട് അവൾ മോര് കാച്ചി. അപ്പോൾ എനിക്ക് തോന്നുന്നു അവളുടെ വ്ളോഗിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ ചിലപ്പോൾ കാണുമായിരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ തിളച്ച് റെഡിയാവാറായി വന്നു. അവന് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇനി വാ, അതിന് കിട്ടുന്നില്ല. ഞാൻ സൈഡ് മാത്രമേ ഇച്ചിരി കണ്ടിച്ചു കൊടുത്തുള്ളൂ. ഞാൻ കടയിൽ സിപ്പപ്പ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും കൊടുത്തതാണ്. പ്രൈസിന് അത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാൻ സൈഡ് ഒരു ഇത്രയും പൊട്ടിച്ചു കൊടുത്തായിരുന്നു. അവനത് എങ്ങനെയാണ് വായിലോട്ട് വെക്കേണ്ടത്, അവൻ മുട്ടായി കടിക്കുന്നതൊക്കെ കടിച്ച് തിന്നാൻ നോക്കുക. അപ്പം ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് റേച്ചാൻ പോകാനായിട്ട് ഇറങ്ങി. മീൻകറി മോര് തോരനും പിന്നെ ചായ മനസ്സ വെക്കാൻ നേരം അവൾ പറഞ്ഞ് വെച്ചാലും റേച്ചാൻ കഴിക്കത്തില്ല. അതുകൊണ്ട് തലേന്ന് ഞാൻ വെച്ച പയറ് തോരൻ ഉണ്ടായിരുന്നല്ലോ. റേച്ചാൻ ഇഷ്ടപ്പെട്ടത് പയറ് തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടിയല്ലേ കോവയ്ക്ക തോരൻ, ക്യാബേജ് തോരൻ, മോര് കറി, മീൻ കൂട്ടത്തിൽ നെയ്മീനോ അല്ലെങ്കിൽ ഇതുപോലെ ചൂരയാണെങ്കിലും ഒരു ഇച്ചിരി പോലും കറുപ്പില്ലാതെ വൈറ്റ് പാർട്ട് മാത്രം കൊടുത്താൽ ചെറിയ ഒരു പീസ് എങ്ങാനും കഴിക്കും, അത്രയേ ഉള്ളൂ. ബീഫും ഇഷ്ടമാണ്. അല്ലാതെ അവിയൽ, സാമ്പാർ, നമ്മൾ അവിയലൊക്കെ കൊടുത്താൽ അതിൻ്റെ ലേശം ഗ്രേവി മാത്രം തോണ്ടി കഴിക്കും. അപ്പോൾ ജോസാൻ കൊണ്ടുവിടാനായിട്ട് പോയി. എൻ്റെ തലയിൽ കുറ്റി നരയുണ്ട് കേട്ടോ. അത് ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. കാരണം പണ്ട് അറിവില്ലാത്ത സമയത്ത് ഈ നാരങ്ങ ഉണ്ടല്ലോ, ഈ താരൻ പോകാനായിട്ട് ഡയറക്റ്റ് നാരങ്ങ ഞാൻ കുറേ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെയാണ് റീസൺ എന്ന്. അന്ന് ഇതൊന്നും അറിയില്ലല്ലോ. അതിനുശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ബ്യൂട്ടി ടിപ്സ് ഇട്ട് തുടങ്ങിയതും കൂടുതലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതും. ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നാരങ്ങ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്, വേറെ എന്തിൻ്റെയും കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. യാതൊരു കാരണവശാലും ഡയറക്റ്റ് നാരങ്ങ തലയിൽ അപ്ലൈ ചെയ്യരുത്. അത് ഈ നര വരുന്നതിനൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഒരു റീസൺ, ഞാൻ മുടി
ഒട്ടും സൂക്ഷിക്കുന്നില്ല. എണ്ണ പോലും പുരട്ടാൻ എനിക്ക് ടൈമില്ല. കാരണം മുടി സംരക്ഷിക്കാനുള്ള ധാരാളം ടിപ്സുകളുണ്ട് എനിക്കറിയാം. പക്ഷെ അതൊന്നും ചെയ്യാനുള്ള ടൈം എനിക്കില്ല. അന്നേരമാണ് കൊച്ചുകൾ പറഞ്ഞത്, പോളുമ്പോൾ നന്നായിട്ട് നര പറിക്കുമെന്ന്. അയ്യോ, അവൻ മുടി എടുക്കുന്നത് നമുക്ക് അറിയത്തത് പോലും ഇല്ല. കാരണം സാധാരണ നരയൊക്കെ പറിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നോവുമല്ലോ. ഇത് അറിയത്ത പോലും ഇല്ല. എങ്ങനെയാണ് ഈ പറിക്കുന്നതെന്ന് അവക്കും അറിയത്തില്ല, എനിക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ലതുപോലെ എത്ര ചെറിയ നര ഉണ്ടെങ്കിലും അവൻ പറിച്ചെടുക്കും. എടാ അസനാബില്ലേ എത്ര ഇരിക്കാം. വീഡിയോ ഞാൻ ചാർജിങ് വരട്ടെ. അടുത്ത അപ്പോൾ റീച്ചാനെ ബസ് കയറ്റി വിട്ടിട്ട് ജോസാൻ ഇങ്ങി വന്നു. വൈകുന്നേരമായപ്പോൾ ജോസാൻ്റെ ബ്രദർ ബിനുവും ഷിഞ്ചുവും മക്കളൂടെ വന്നായിരുന്നേ. റീച്ചാൻ ജനിച്ചു വളർന്നത് ബോംബെയിലാണെങ്കിലും മലയാളം പറക്കി പറക്കി വായിക്കാൻ അറിയാം. നാട്ടിൽ വന്നാൽ നമ്മൾ മലയാളികൾ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ റീച്ചാൻ തന്നെ എവിടെ വേണേലും പോയിട്ട് സുഖമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ബസ് കയറ്റി വിട്ടു എയർപോർട്ടിൽ പോകാനായിട്ട്. ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി തലേന്ന് വൈകിട്ട് വേവിക്കാനായിട്ടാണ് ഞാൻ കപ്പ വെള്ളത്തിയിട്ടത്. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത്, ഇച്ചിരി കപ്പ തിന്നാൻ കൊതിയാവുന്നെന്ന്. അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് കപ്പ കിട്ടത്തുമില്ല. ഞാൻ പറഞ്ഞെങ്കിൽ വാട്ടക്കപ്പ ഉണ്ടടി നല്ലതുപോലെ വേവിനെ. അവൾക്ക് വാട്ടക്കപ്പയെന്ന് കേട്ടപ്പോൾ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു, വേണ്ടാന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞില്ലടി നല്ലതാണ്, ഞാൻ കൊടുക്കുന്നതാണ്, ഞങ്ങൾ വെച്ചിട്ടുണ്ട്, നീ ഒന്ന് കഴിച്ച് നോക്കെന്നും പറഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ്. അപ്പം വൈകുന്നേരം ആയപ്പം ആ മൂടങ്ങ് പോയി. ഓ ഇനിയും വേണ്ട, വെക്കേണ്ടത് വെള്ളത്തിൽ കിടക്കട്ടെ, നമുക്ക് നാളെ വേവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വൈകിട്ട് വേവിക്കേണ്ടി വന്നില്ല. അത് അതുപോലെ തന്നെ വെള്ളത്തിൽ ഞാൻ ഇട്ടേക്കുമായിരുന്നേ. ഞാൻ ചിന്തിച്ച് ദൈവമേ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോവുമോ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച്. പക്ഷേ കാരണം ഉച്ചയ്ക്ക് ഒരു 2 മണി കഴിഞ്ഞപ്പോഴേ ഞാൻ വെള്ളത്തിൽ ഇട്ടേ ചെയ്തു. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വേവിക്കാം എന്നുള്ള ചിന്തയിൽ. അപ്പോൾ അന്നേരം തൊട്ടേ വെള്ളത്തിൽ കിടക്കുവാണ്. നല്ല ഫൈനായിട്ട് അങ്ങ് പുതുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ നിന്ന് കപ്പ മേടിച്ചവർ പലരും ചോദിക്കുന്നുണ്ട് എത്ര മണിക്കൂർ ഇത് കുതിരണമെന്ന്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും കുതിരുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ്, അതായത് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് വേവിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നല്ല കപ്പയാണ്. മേടിച്ചവരൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ കപ്പ കഴുകി വാരി വേവിക്കാനായിട്ട്. അപ്പോൾ ജോസൻ പുറത്ത് പോയേക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ സിറ്റൗട്ടിൽ ഇരിക്കുക, ഞാൻ അടുക്കളയിൽ നിന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന് അടുക്കള ജോലികൾ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ സിറ്റൗട്ടിൽ എപ്പോഴും എൻ്റെ ഉള്ളിയും പാത്രവും ഇങ്ങനെ ഇരിക്കും. സമയം കിട്ടുമ്പോൾ 2 ഉള്ളിയാണെങ്കിൽ അത് അത്രയും ഞാനിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അന്നേരം അവൾ പറഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഉള്ളി പൊളിക്കാമെന്നും പറഞ്ഞ് കുറേ ഉള്ളി അവളും പൊളിച്ചവിടിരുന്നു കേട്ടോ. കട ആൾ വരുവാണേലും അറിയണമല്ലോ. ഇത് അവൾ കൊണ്ടുവന്ന ഒരു സെൽഫി സ്റ്റിക്കാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ നാളായിട്ട് ഞാൻ നോക്കി നടക്കുന്നതാണ് എനിക്ക് ഇങ്ങനൊരു സെൽഫി സ്റ്റിക്ക് വേണമെന്ന്. പക്ഷേ ഓൺലൈൻ മേടിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും മേടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അത് തന്നെ മേടിക്കുന്നതല്ലേ നല്ലത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഞാനും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് അത്രയൊരെണ്ണം മേടിക്കണമെന്ന്. പക്ഷേ കറക്റ്റ് ലിങ്ക് അറിയാത്തത് കൊണ്ട് മേടിക്കാതിരുന്നതാണ്. ഈ സമയം കൊണ്ട് കപ്പ ഞാൻ ഒന്ന് തിളപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. ഒരു വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ചു, വെള്ളം കളഞ്ഞു. അതിനുശേഷം അരപ്പായിട്ട് എടുത്തേക്കുന്നത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയൊന്നും നല്ലതുപോലെ ചതച്ച്, വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ചെറു തീയിൽ അടച്ചു വെച്ച് ആവിയിൽ വേവിക്കാം. വാട്ടക്കപ്പ എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ഇതിരിക്കും തോറും കട്ടിയാവുന്ന ഒരു സംഭവമാണ് ഈ കപ്പ എന്ന് പറഞ്ഞാൽ. പച്ചക്കപ്പയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി അങ്ങ് കട്ടിയാവും. അതുകൊണ്ട് വാട്ടക്കപ്പയ്ക്ക് പ്രതീക്ഷിക്കുന്നതിലും ഒരിത്തിരി കൂടി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ച് ആ അരപ്പ് വെന്തപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തേ. തലേന്നത്തെ മീൻകറി കുറച്ച് ഇരിപ്പുണ്ട്. പക്ഷേ അതെല്ലാവർക്കും കൂടെ തികയത്തില്ല ഈ കപ്പ കഴിക്കാൻ. പ്രത്യേകിച്ച് വാട്ടക്കപ്പയാവുമ്പോൾ നന്നായിട്ട് മീനിൻ്റെ ചാറ് വേണം. അത് ഇച്ചിരി ഒഴിച്ചാൽ മതി, അതങ്ങ് എന്താണ് ആ കപ്പയ്ക്കകത്ത് കയറി അങ്ങ് പിടിക്കും. പച്ചക്കപ്പയേക്കാൾ കൂടുതൽ ഗ്രേവി വേണം ഈ വാട്ടക്കപ്പ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ മീൻകറിക്ക് എപ്പോഴും കാശ്മീരിയാണ് കൂടുതൽ എടുക്കുന്നത്. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെ എരിയുള്ള മുളക് ഇടാറുള്ളൂ. നീ ഇത് പുളി തിളപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കുവന്നോ? വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് പുളിയിട്ട് തണുക്കുമ്പം കുപ്പിക്കകത്തൊഴിച്ച് അടച്ചു ഞാൻ വെച്ചു. പണ്ട് എനിക്കൊരു കുതിരാത്ത ഒരു സൈസ് പുളി ഉണ്ടായിരുന്നു. അപ്പൊ അത് തിളപ്പിച്ച് അതിന്റെ ജ്യൂസ് മാത്രം എടുത്ത് വെക്കുമായിരുന്നു. എന്നിട്ട് കറി വെക്കുമ്പോൾ ഈ വെള്ളവും പുളിയും കൂടെ 2-3 കഷ്ണം കൂടെ അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അവൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറച്ച് തല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ.
അവൾക്ക് അതിനോട് അത്ര വലിയ താല്പര്യമില്ല. കാരണം ഓൾറെഡി അവളും ഈ പണി ചെയ്യുന്നതാണ്. ബോംബെയിൽ അവളും അച്ചാർ ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യമൊക്കെ അവൾ ഈ തല നെയ്മീൻ്റെ ആയാലും വലിയ കേരച്ചൂരയുടെ ആയാലും തല കളഞ്ഞിട്ട് വരുമായിരുന്നു. പിന്നീടാണ് ഞാൻ പറഞ്ഞത്, എടി അങ്ങനെ ചെയ്യല്ലേ, അതിനകത്ത് നല്ല മാംസമുണ്ട്, നന്നായിട്ട് അത്ര അവൾക്ക് അറിയില്ലായിരുന്നു അന്ന്. പിന്നെ പിന്നെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പം അവൾക്ക് വേണ്ടെങ്കിലും കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ബായിയുണ്ട് തറയൊക്കെ തുടയ്ക്കാൻ വരുന്നതേ, അവർക്ക് കൊടുത്തു വിടും. അപ്പോൾ ഞാൻ തലക്കറി വെക്കാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കടയാൾ വന്നു. ബാക്കി വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കടയിലോട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കാണാഞ്ഞിട്ട് അവളാണ് ബാക്കി കറികളെല്ലാം മരപ്പ് ബാക്കിയെല്ലാം ചേർത്ത് വെച്ചത്. മീനൊന്ന് തിളയ്ക്കാറായപ്പോഴാണ് ഞാൻ വന്നത്. അപ്പം തിളച്ച് വന്നപ്പോഴത്തേക്ക് ലേശം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് എത്രയും വറ്റിക്കണോ അത്രയും വറ്റിക്കാൻ. ഞാൻ ഒത്തിരി അങ്ങ് വറ്റിച്ചിട്ടില്ല. ഗ്രേവിക്ക് കൊഴുപ്പിന് വേണ്ടിയുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കപ്പയ്ക്ക് നമുക്ക് കറി വേണം, അതിന് വേണ്ടി. കപ്പ ഈ സമയം കൊണ്ട് നല്ലതായിട്ട് ഇളക്കിയെടുത്തു. നല്ല വേവുന്ന കപ്പയാണ് കേട്ടോ. കാരണം കഴിച്ചിട്ട് അവൾക്ക് തന്നെ അതിശയമായിപ്പോയി. കാരണം വാട്ടക്കപ്പ ഇത്രയും രുചിയുണ്ടോന്ന്. ആ പച്ചക്കപ്പയുടേതായിട്ടുള്ള ആ ഒരു ഫീലേ നമുക്ക് വരത്തില്ല. പോളുമോനാണെങ്കിൽ കപ്പ വേവിച്ചപ്പോൾ തൊട്ടേ ഭയങ്കര കപ്പ കപ്പ കപ്പ, അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൻ്റെ പപ്പയുടെ ഓപ്പോസിറ്റാണ് അവൻ. അപ്പം റൈച്ചാന് കപ്പ വേവിച്ചത്, ചക്ക വേവിച്ചത്, ഇതൊന്നും ഇഷ്ടമല്ല. പക്ഷെ അവന് ഇതെല്ലാം ഇഷ്ടമാണ്. പ്രൈസനും കപ്പേ കപ്പേന്നൊക്കെ പറഞ്ഞ് നടന്ന് അവനെന്തോ ഒരു വ്യത്യാസം തോന്നി. അവൻ ഇച്ചിരി ഒരു 1-2 സ്പൂണേ കഴിച്ചുള്ളൂ. ജോസാൻ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ മുള്ള് കഴിക്കുന്നത് കണ്ടിട്ട് അവന് ഭയങ്കര അതിശയം. കാരണം അവൻ്റെ വീട്ടിൽ അവൻ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും. അവനതാ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇരിക്കുക. അവനൊട്ട് കഴിച്ചുമില്ല. പക്ഷെ പോളുമ്പോൾ നന്നായിട്ട് കഴിച്ചു. വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അയലോക്കാരെ കാണണ്ടേ? ഹായ്. റൈസൻ എന്തോ ഇന്ന് കണ്ടിട്ട് മിണ്ടാതെ മാറി നിൽക്കുന്നേ? സാധാരണ പിള്ളേർ വന്നാ അടുക്കുന്നയാ. അതാ ഇത്രയും നേരം ഗെയിം തോക്കുന്നതിന് കരയുമായിരുന്നു. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേച്ചി ലേറ്റാവും, കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ വന്നതാണ് കേട്ടോ. നേരത്തെ ഒരു ദിവസം പറഞ്ഞായിരുന്നു വരുമെന്ന്, പക്ഷെ അന്ന് അവർക്ക് വരാൻ പറ്റിയില്ല. ബോംബെക്ക് പോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ മസാലകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബോംബെക്കാരെല്ലാം കൂടെ ഒരുമിച്ചപ്പോൾ കുറേ ബോംബെ കഥകളും വർത്തമാനങ്ങളും തീർച്ചയായിട്ടും അതൊക്കെ പറയുമല്ലോ. അങ്ങനെ കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. കൊച്ചുമോടെ ചാനലും കാണാറുണ്ട്. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ബോംബെയിലോട്ട് അവർ പോവുകയാണ് കുഞ്ഞുങ്ങളെ അവിടെ ചേർക്കാനായിട്ട്. കുറേ നാളായിട്ട് നാട്ടിലായിരുന്നു, പിന്നെ വീണ്ടും ബോംബെയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു, എങ്ങനെയുണ്ട്, ബോംബെയാണോ നാടാണോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ആഹാ, എന്റെ വീഡിയോയിലും വരുന്നുണ്ട്. ഞാൻ എന്താ എടുത്തോണ്ടിരിക്കും. അത് വേണ്ട. ഈ സാധനം എടുക്കാൻ വന്ന ആളിൻ്റെ കസിനാണ് ഈ വീഡിയോ കോളിൽ വന്നത്. അവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ലായിരുന്നു ഈ ചാനൽ അവർ രണ്ടുപേരും കാണുന്നുണ്ടെന്നുള്ള കാര്യം. ഈ സാധനത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്, പരസ്പരം ഇങ്ങനെ സാധനം എടുക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അയ്യോ, ഈ ചാനൽ ഞാനും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ കോൾ വിളിച്ചു തന്നതായിട്ടോ. അപ്പോൾ അവർ കുറേ നേരം വർത്താനം പറഞ്ഞു പോയി. ഒത്തിരി കുറേ നേരം വീഡിയോ കോളിൽ സംസാരിച്ചു. ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. അതും ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു ദിവസത്തെ അല്ല കേട്ടോ, 2-3 ദിവസത്തെ വീഡിയോകൾ മിക്സ് ചെയ്താണ് ഞാനൊരു വീഡിയോ ആക്കുന്നത്. കാരണം ഓരോ ദിവസത്തെയായിട്ട് ഇടാൻ എൻ്റെ കയ്യിൽ വീഡിയോസ് അധികം ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നു. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് കടയിലോട്ട് പോകും, പകുതി ഇട്ടേച്ചായിരിക്കും ഞാൻ പോകുന്നത്, ബാക്കി അവളായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫുൾ ഡേ വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് പിറ്റേ ദിവസം വൈകിട്ട്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ആഹാരമാണ് പൊറോട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി പൊറോട്ട മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാവർക്കും ആഗ്രഹമുള്ളതൊക്കെ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചക്കപ്പയൊക്കെ ഇച്ചിരി വേവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പറ്റിയില്ല. പിന്നെ ചക്ക വീട്ടിൽ ഉണ്ട്, അവിടെ ചെന്നിട്ടായാലും കഴിക്കാൻ പറ്റും. ഇത് അന്ന് വൈകിട്ട് ഒരു ചിക്കൻ കറി വെച്ചതാണേ.
നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ചിക്കൻ മസാല ഇട്ട് വെച്ച ചിക്കൻ കറിയാണ്. അതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കണ്ട. ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിക്കുമ്പോൾ ഇത്തിരി ഗരം മസാല ഒന്ന് ചേർത്താൽ മതി. ഇന്ന് കൊതുക് കുറവല്ലായിരുന്നോ? ആ ഇന്ന് കുറവായിരുന്നു. എന്താ അവർ ടൂറിന് പോയി. ഞാൻ വലിയ ഭയങ്കര കാര്യത്തി നീണ്ടകര പേര് വരാൻ Say something. നീണ്ടു കിടക്കുന്ന ഒരു കരയാ. ഇഷ്ടപ്പെട്ടോ? എരിയുണ്ടോ? ഇച്ചിരി എരിയുണ്ട്, ഒത്തിരി എരിയുണ്ട്. കോക്കനട്ട് ട്രീ വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? കോക്കനട്ട് കിട്ടത്തില്ലേ അതിന്ന്? എവിടെ? ഡ്രൈ ലീഫ്. ഡ്രൈ ലീഫ് ആണോ കോക്കനട്ടിൽ നിന്ന് കിട്ടുന്നത്? കോക്കനട്ട് ട്രീന്ന് പിന്നെ കോക്കനട്ട് ട്രീ കണ്ടിട്ടുണ്ടോ? അതിൽ നിന്ന് എന്തോ കിട്ടുന്നേ? പിന്നെ നീ ഡ്രൈ ലീഫ് ആന്ന് പറഞ്ഞ എന്തോ? അപ്പം കോക്കനട്ട് ട്രീന്ന് കോക്കനട്ട് കിട്ടും. മാംഗോ ട്രീന്ന് എന്തോ കിട്ടും? ജാക്ക് ഫ്രൂട്ട് ട്രീന്ന് എന്തോ കിട്ടും? അപ്പൊ എലിഫന്റിൽ നിന്ന് എന്തോ കിട്ടും? എന്തോ? ഉപ്പു. യോസേന് തെറ്റി സംഭവം. മാവിൽ നിന്നും മാങ്ങ, തെങ്ങിൽ നിന്ന് തേങ്ങ, പ്ലാവിൽ നിന്നെന്നാണ് മലയാളമാണ് ആൾ ഉദ്ദേശിച്ചത്. പ്ലാവിൽ നിന്ന് ചക്ക. അപ്പം ആനയിൽ നിന്ന് നമുക്ക് എന്തോ കിട്ടും? ആ ആനയിൽ നിന്ന് നമുക്ക് എന്തോ കിട്ടും? ആനയിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല. ആര് പറഞ്ഞു? കോക്കനട്ട് ട്രീയും ആനയും സെയിമാ, രണ്ടും തേങ്ങയാ കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്തോ? കോക്കനട്ട് കണ്ണാ പോലത്തോ കാണാ. കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീന്ന് തേങ്ങയല്ലേ കിട്ടുന്നേ? ആ ആനയിൽ നിന്നും തേങ്ങ കിട്ടുമല്ലോ. എങ്ങനെ? നിന്നെ നാളെ കൊണ്ട് കാണിക്കാം. ഉത്സവപ്പറമ്പിലോട്ട് വാ, എത്ര തേങ്ങയാ കിടക്കുന്നത്. ആണോ? അപ്പൊ പ്രൈസിങ് കറക്റ്റാ പറഞ്ഞേ പോട്ടി. ആ അത് തന്നെ. എന്തുവാണോ ജോസൻ ഈ ഉണ്ടാക്കി കഥകൾ പറയാൻ ഭയങ്കര കഴിവാണ് കേട്ടോ. അതുപോലെ നിൽക്കുന്ന നിപ്പിലാണ് കുസൃതി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊരു ഭയങ്കര ടാലൻ്റാണ് അത്. എനിക്കും അങ്ങനെ പറ്റത്തില്ല കേട്ടോ. നിമിഷ നേരം കൊണ്ടാണ് ഓരോ ചോദ്യം ഉണ്ടാക്കുന്നതും കറക്റ്റ് ഉത്തരം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കറക്റ്റ് ഉത്തരവായിരിക്കും. അപ്പോൾ ഈ പിള്ളേർ രണ്ടും പുറവെയാണ് ജോസങ്ങളെ എന്തെങ്കിലും പറയുന്നു പറഞ്ഞിട്ട്. ഭയങ്കര കോമഡി ആയിരുന്നു. രാത്രിയിൽ എത്ര മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്ന് കോമഡി പറഞ്ഞെന്നറിഞ്ഞില്ല. ഞാൻ ഇത്തിരിയേ വീഡിയോ എടുത്തിട്ടുള്ളൂ. എന്തായാലും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ 2-3 ദിവസത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.